നാട്ടിച്ച്. അച്ഛാ, മരുന്ന് കഴിച്ചായിരുന്നാ? മരുന്ന് ആരെടുത്ത് തരാൻ? മരുന്നൊന്നും കഴിച്ചില്ല. നീ എനിക്ക് മരുന്ന് എടുത്ത് തന്നോ? നിന്റെ കെട്ടുകളുണ്ടല്ലോ ഇതിനകത്ത്, വെറുതെ തിന്ന് മുടിപ്പിക്കാനായിട്ടൊരു സാധനം. അവളെനിക്ക് മരുന്നൊന്നും എടുത്തു തന്നില്ല. നീ ഒരാണാണോടാ കഴുതേ? പോയിട്ട് 4 വർത്തമാനം പറയണ അവളോട്. അച്ഛനോട് മരുന്നെടുത്ത് തന്നില്ലേ? മരുന്നെടുത്ത് തരും. ആഹാ, ഇപ്പൊ നോക്കിയോടാ. എടാ, അടിക്കൊന്നും വേണ്ട, 4 കൊടുത്താ മതി. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഹോ, അവര് 4 തെറി പറയാനെങ്കിലും തോന്നിക്കണേ. നാരായണ നാരായണ. നീ എന്റെ അച്ഛന് മരുന്ന് കൊടുത്തില്ലേ? അയ്യോ, മറന്നുപോയി. മറന്നുപോയാ? അച്ഛന് കൊണ്ടുപോയി മരുന്ന് കൊടുക്കടി. എന്റെ ഏട്ടൻ ഞാൻ രാവിലെ കൊണ്ട് കൊടുത്തതാ. അപ്പൊ പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞു മതിയെന്ന്. എടി, അങ്ങേര് അതും പറയാം, അതിനപ്പുറം പറയും. നീ അച്ഛന്റെ പെൻഷൻ ബുക്കും ചെക്കും എടുത്തിട്ട് വാ. ചുമ്മാതല്ല, ഞാൻ ഓർത്ത് രാവിലെ എന്താ ഒരു അച്ഛൻ സ്നേഹം. നീ അത് ഒപ്പിട്ട് കിട്ടാൻ വേണ്ടി എന്തുമാത്രം പാടുപെടേണ്ടി വരും എന്നറിയോ? അച്ഛന് മരുന്ന് കൊടുക്കടി. അയ്യോ ഏട്ടാ, ഞാൻ പെട്ടെന്ന് എന്റെ അച്ഛനെന്ന് പറഞ്ഞ ആരുടെ അച്ഛനാടി? ആരുടെ? ഏട്ടന്റെ അച്ഛൻ എന്ന് പറഞ്ഞാ എന്റെ അച്ഛനല്ലേ, നമ്മുടെ പാവ അച്ഛനല്ലേ. ഞാൻ പെട്ടെന്ന് മരുന്ന് കൊടുത്തോളാം ഏട്ടാ. കൊടുക്കടി മരുന്ന്. പെട്ടെന്ന് കൊടുക്കാം ഏട്ടാ. അച്ഛന് മരുന്ന് കൊടുക്കടി. മരുന്ന് അച്ഛൻ നേരത്തെ 1 മണിക്കൂർ കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ തരാഞ്ഞേ. ഞാൻ ഇത് വെച്ചൊന്ന് തന്നാലുണ്ടല്ലോ. കൊടുക്ക അച്ഛാ, അത് വെച്ച് തന്നെ കൊടുക്കും. ഞാൻ കൊടുത്തിട്ട് നിനക്ക് മതിയായില്ലടി ഞാൻ തന്നിട്ട്. 1 മിനിറ്റ് എന്ന് പറഞ്ഞതാണ് അവള് 1 മണിക്കൂറാക്കി മാറ്റിയത്. ഇവള് നുണ പറയാനും തുടങ്ങി. ഞാനെന്റെ ജീവിതത്തിൽ ഇതുവരെ നുണ പറഞ്ഞു പഠിച്ചിട്ടില്ല. അച്ഛൻ ഞങ്ങൾ അങ്ങനെയാണ് വളർത്തിയത്, അറിയാം നിനക്ക്. ഇതുവരെ അല്ലേ അച്ഛാ, അങ്ങനെയല്ലേ ഞങ്ങളെ വളർത്തിയത്. ഇനിയിപ്പോ കഴിക്കേണ്ട വരുന്നത്, ഇനി 1 മിനിറ്റ് കഴിയട്ടെ. അവളെ കൈ പിടിച്ച് നിൽക്ക്. അച്ഛാ, ഇത് അച്ഛൻ്റെ പെൻഷൻ്റെ ചെക്കാണ്. അച്ഛന് മരുന്ന് വാങ്ങിക്കണം, കുഴമ്പ് വാങ്ങിക്കണം. ഇതെന്തിനാടാ ഇപ്പോ? അപ്പൊ നിന്റെ കയ്യിൽ കാശില്ലേ? ഇല്ല അച്ഛാ, മറ്റേ സ്ഥലം വാങ്ങിച്ചില്ലേ, അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര ടൈറ്റാണ്. അതിനിപ്പോ എത്ര രൂപയായി? അതിനിപ്പോ മൊത്തം 26 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. അപ്പൊ മരുന്നിന് എത്ര വരും? മരുന്നിന് 850 രൂപ ആവൂലേ? അപ്പൊ നീ നല്ല ടൈറ്റാ. അച്ഛാ, ഈ പൈസ കിട്ടിയിട്ട് വേണം ഇവിടെ അരിയും സാധനങ്ങളും പിന്നെ അച്ഛന്റെ മരുന്നൊക്കെ വാങ്ങണ്ടേ. അപ്പൊ 26 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങിയിട്ട് നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ പട്ടിണി കിടക്കായിരുന്നോ? അച്ഛാ, പെൻഷൻ കാശും കൂടെ കിട്ടിയാലേ എല്ലാം ഭംഗിയായിട്ട് നടക്കുള്ളൂ. പക്ഷെ എന്റെ കാര്യമൊന്നും ഇവിടെ ഭംഗിയായിട്ട് നടക്കുന്നില്ലല്ലോ. കഴിഞ്ഞ കുറെ മാസമായിട്ട് നീയാ പെൻഷൻ വാങ്ങുന്നത്. എന്നിട്ട് എന്താ നീ എനിക്ക് തന്നത്? അത് കൊള്ളാം. അച്ഛന് മരുന്ന് വാങ്ങിക്കണം, കുഴമ്പ് വാങ്ങിക്കണം, രാവിലെ ഉച്ചയ്ക്ക് രാത്രിക്ക് ആഹാരം തരണ്ടേ. പിന്നെ അച്ഛന്റെ കഴിഞ്ഞ ഓണത്തെ പെൻഷൻ കിട്ടിയപ്പോ പുതിയൊരു മുണ്ടും ടൂത്ത് ബ്രഷും വാങ്ങി തന്നില്ലേ, അതൊക്കെ മറന്നുപോയോ? എടാ, എനിക്കൊരു ടച്ച് മൊബൈൽ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് നീ വാങ്ങി തന്നോ? ഈ വയസ്സാം കാലത്ത് അച്ഛൻ എന്തിനാണ് ടച്ച് മൊബൈല്? എനിക്ക് പല ആവശ്യങ്ങളും കാണും. ഇനി ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കേറാത്ത കുറവേ ഉള്ളൂ. എന്താ നീ പറഞ്ഞത്? അല്ല, അച്ഛനെ ശുശ്രൂഷിക്കണ കൊണ്ടേ ഞാൻ ഫേസ്ബുക്കിൽ കേറിയിട്ട് കൊറേ നാളായിന്ന് പറഞ്ഞതാ. കണ്ടടാ, കൈ ഉറക്കി കണ്ടോ എങ്ങനെ ഒപ്പിടുക? അതൊക്കെ പറ്റും അച്ഛൻ, ഒപ്പിട്. ഒപ്പിടാൻ പറ്റില്ല. പിന്നെ ഇത്തവണ പെൻഷന്റെ കാശ് കിട്ടുമ്പോ അച്ഛന് ഞാനൊരു സമ്മാനം വാങ്ങിച്ച് തരുന്നുണ്ട്. എന്റെ കാശ് എടുത്ത് എനിക്ക് സമ്മാനം വാങ്ങിച്ച് തരണ്ട. ടൈറ്റായി പോയതുകൊണ്ടല്ലേ അച്ഛാ, ഒപ്പിടച്ചാ. ഞാൻ ഒപ്പിടാം, പക്ഷേ നീ എനിക്കൊരു സാധനം വാങ്ങിച്ചു തരണം. അച്ഛൻ എന്ത് സാധനമാണ് വേണ്ടത്? ഒരു പൈന്റ് വാങ്ങിത്തരണം. പൈന്റ് അടിച്ചാണ് ഇങ്ങനെ ആയത്. ഷുഗർ കയറും, ഷുഗർ വയ്യാണ്ടാവും. അതുകൊണ്ടാണ് അതൊന്നും വാങ്ങിച്ചു തരാത്തത്. അത് വാങ്ങി തന്നാലേ ഞാൻ ഒപ്പിടൂ, അല്ലെങ്കിൽ ഒപ്പിടില്ല. കൊണ്ടുപോടും. അത് വാങ്ങിത്തരാം, ഒപ്പിട്. ഇപ്പൊ എത്ര വിറയിലില്ല, ഒന്ന് നിൽക്കും, പെട്ടെന്ന് തന്നെ നിൽക്കും. ഈ അച്ഛൻ കള്ളു കുടിക്കുന്നതേ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം. അതേടി, നിന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കള്ളു കുടിക്കുന്നത്. അങ്ങനെ കുടിച്ചാൽ എന്താ കുഴപ്പം? നിന്നെ ചീത്ത വിളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കള്ളു കുടിക്കണമെന്ന് പറയുന്നത്. ഒപ്പിടച്ച, എന്നിട്ട് എന്തുവേണ പറഞ്ഞോ, ഒപ്പിട്. ഇവിടെ ചുമ്മായിരുന്നു വർത്താനം പറഞ്ഞോണ്ടിരുന്നു.
അല്ലടാ അവള് പറഞ്ഞത് കേട്ടില്ലേ? അവള് പറഞ്ഞ അവക്ക് ഞാൻ കൊടുത്തല്ലോ. ഇത് ഒപ്പിട്ടിട്ട് അവിടെ കൊണ്ട് ഒരുപാട് സമയം എടുക്കും. അതാണ് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു. നിനക്ക് നോക്കിക്കോ. പിന്നെ അല്ലെങ്കിൽ നീ അങ്ങ് കൊടുക്കൂ. അച്ഛാ മരുന്ന് നിന്നോട് ഞാൻ എപ്പോ വരുന്നതാണ് പറഞ്ഞത്? 1 മിനിറ്റ് കഴിഞ്ഞിട്ട്. 1 മിനിറ്റ് സമയം തരേ. നിനക്ക് മരുന്ന് തന്നോ? 1 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ കഴിച്ചു വെച്ചാ? ഇപ്പൊ കഴിക്കണ്ടാണ് കൊണ്ടുപോകാത്. മരുന്ന് തരാൻ പറ്റും. മരുന്ന് കൊണ്ടുവരാ. മണ്ടോ മരുന്ന് കൊണ്ടുപോടിയേ. എന്താണ് മരുന്ന? അവള് കൊണ്ടുവന്നല്ലേ നേരത്തെ, അപ്പൊ വാങ്ങിച്ച് കഴിച്ചുകൂടായിരുന്ന? അച്ഛന് മരുന്ന് കൊണ്ട് കൊടുക്കടി.